അടി കറിക്കുള്ള മീനേ ഞാൻ നമ്മളെ സുകുമാരൻ്റെ അടുത്ത് അങ്ങോട്ട് കൊടുത്തു വിട്ടുണ്ടേ. മുളക് ഇട്ടാ മതി. ഞാൻ ഉച്ചക്കൊണ്ട് വരാം. അത് വെച്ചോ, ഞാൻ അവിടെ തിരക്കില്ല. രാഘവേട്ട, ഞാൻ പറഞ്ഞു വന്നതേ, നിങ്ങൾ ഇത് ഭയങ്കര ദ്രോഹം നിങ്ങൾ ചെയ്യണത്. ഈ ഒരു മാസത്തിനുള്ളിൽ എത്രാമത്തെ പിരിവിന് ഞങ്ങൾ ഇവിടെ വരുന്നെന്ന് അറിയാൻ നിങ്ങൾക്ക്? അല്ല മൊയ്തുക്ക, ഞാൻ പറഞ്ഞേക്കാം, നമ്മളിപ്പോ ഒരു പൊതുപ്രവർത്തകനായതുകൊണ്ട് നമുക്ക് ഇതിലെല്ലാം ഇറങ്ങാണ്ടിരിക്കാൻ പറ്റുമോ? പറ്റൂല. നമ്മളൊരു ഇതല്ലേ, അതുകൊണ്ട് നമ്മളെ നാട്ടിൽ നടക്കുന്ന കലാസമിതിന്റെ ആയാലും അമ്പലത്തിന്റെ ആയാലും എല്ലാ പിരിവിനും നമ്മൾ തന്നെയാ ഇറങ്ങേണ്ടത്. നിങ്ങളൊരു പണി തളി, നിങ്ങളെ പേരിന് കൂടെ പിരിവ് രാഘവൻ ആയിക്കളി. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ഇതിൽ ഇടപെടാതിരിക്കാൻ പറ്റൂല. ആള് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവം. എന്തിന്റെ പിരിവിന് ഞങ്ങൾ വന്ന്? ഇന്നിപ്പോ നമ്മളൊരു ക്ലബിന്റെ, നമ്മുടെ സുഭാഷ് ക്ലബിന്റെ പിരിവിന്. സുഭാഷ് ക്ലബ്ബ് കഴിഞ്ഞ ആഴ്ച നിങ്ങൾ വന്നത് എന്താ സപ്താഹം നടന്നിട്ട്? അതിന്റെ മുന്നേ നിങ്ങൾ വന്ന് എന്റെ ഉണ്ണി അനക്കൊക്കെ വേറെന്തെങ്കിലും പണിക്ക് പോയിക്കോട്ടെ ഉണ്ണിയെ. നിങ്ങൾ നീ പറയുന്നത് നാട്ടിലെ കലാ കായിക സാംസ്കാരിക പ്രവർത്തനം ഞാൻ പണിക്കോരെ നടക്കുമോ? അതെ അതെ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താണ്? ഒറ്റ ഉദാഹരണം. ഒരു മിനിറ്റ്. ഇതല്ലേ ഇതെന്താ? വാഴക്കോല. അതെ, കായ്ക്കോല. ഇതെല്ലാം ചെറിയ കായ്ക്കുഞ്ഞത്. ഇത് നിൽക്കുന്നത് എന്തുകൊണ്ട്? ഈ തണ്ട് ഇട്ടുണ്ടായോണ്ടല്ലേ? അതാണ്. ഇതല്ല എന്റെ ക്ലബ്ബ്. ഈ തണ്ടാണ് എന്റെ മൊയ്തുക്ക. ആ ശക്തി ഉണ്ടാവണം വേണ്ടേ? ഉദാഹരണം ഇതാ, ഇതെന്റെ ഒരു ക്ലബ്ബ്, എന്റെ സുഭാഷ് ക്ലബ്ബ് തന്നെ ആയിക്കോട്ടെ. ഇതോ ഈ രാജനാർ സ്പോർട്സ് ക്ലബ്ബ്, ഇത് രണ്ടും പോയി. ഇതിനൊക്കെ ശക്തിയില്ല, എന്താക്കും? സംഭാവന കൊടുക്കണ്ടേ? ഇജിപ്പോ ഒരു ഉദാഹരണം പറഞ്ഞാണ്. ഞാൻ തണ്ടു, നിങ്ങളൊക്കെ പയങ്ങളും അല്ലേ? ഒരു പണി ചെയ്തോ, ഒരു 23 ഉറുപ്പ്യ എന്റെ പേരിലുണ്ട് എഴുതിക്കോ. 23 ഉറുപ്പ്യ? 25 ഞാൻ തരാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ 2 കായങ്ങൾ ഇരിഞ്ഞില്ലേ, ഇപ്പൊ 2 ഉറുപ്പ്യ അങ്ങനെ കുറച്ചു. ഒരുപാട് ശീതന്റെ മാറ്റി പെരുമാറില്ല. അല്ല, പെരുമാറി പോവും രാഘവേട്ട. നിങ്ങളൊക്കെ ഒരു പണി വേണ്ട വേണ്ട, നീ കൂടുതൽ വർത്താനത്തിന് കണ്ട. അതാ 100 ഉറുപ്പ്യ. നീ ഇരിയണ്ട, 100 ഉറുപ്പ്യ നിൽക്കണേ. 100 ഉറുപ്പ്യ ഒരു കാര്യം, ബാക്കി 23 രൂപ പഴം കഴിച്ചാലോ? ഇനി ഒരു കാര്യം, ഈ മാസം നീ വരരുതേ. ഇനി പിരിവെന്ന് പറഞ്ഞ് വന്നാൽ ഞാൻ പീടി അടച്ചോളും. ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ഉറപ്പ് പറയണം നിങ്ങൾ. ഈ ഭാഗത്ത് കൂടെ വേണ്ട, ഇല്ല അങ്ങോട്ട് പോയാൽ മതി. എനിക്ക് മൊയ്തു പി പി എഴുതണേ. അല്ല രാഘവേട്ട, നമ്മളെ ശീതളൻ സാറല്ലേ വരുന്നേ? ഇത് എന്ത് റോട്ടുമ്മ കൂടിയൊക്കെ നടക്കണേ? റിട്ടയർഡ് ആയില്ലേ? അറിയില്ലേ? റിട്ടയർഡ് ആയോ? അത് ശരി. അതന്നെ, ഇങ്ങോട്ട് തന്നെ വരുന്നേ. എന്താ ചൂട് പുറത്ത്, ഇറങ്ങാൻ പറ്റില്ലേ പുറത്തേക്ക്. പിന്നെ രാഘവേട്ടാ, എല്ലാവരും ഉണ്ടല്ലോ. എന്താ പോയതോ, കച്ചവടമൊക്കെ എങ്ങനെ പോണു? കുഴപ്പമില്ലാണ്ട് പോകുന്നു. സുഖാരിക്കണല്ലോ അല്ലേ? രാഘവേട്ടാ, എന്തുണ്ട് വീട്ടിലെ വിശേഷങ്ങളൊക്കെ? പോകുന്നു. എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിൽ അറിയിക്കട്ടോ. രാഘവേട്ടാ, പാർട്ടിയിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാം കേട്ടോ. ഞാൻ ഇപ്പൊ വീട്ടിലെ തന്നെ ഉണ്ട്. എന്ത് കാര്യത്തിനും ഇപ്പൊ ഇറങ്ങാൻ പറ്റും. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിൽ അറിയിച്ചോളൂ. ചേട്ടാ, ഞാൻ എന്നെ ഏറ്റവും അടുത്ത് ചങ്ങായിക്ക് വേണ്ടിട്ട് ഓഫീസിലൊന്ന് വന്നിട്ടുണ്ടായിന്, ഒരു ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ടിട്ട്. ബിൽഡിംഗ് പെർമിറ്റിന് വന്നിട്ടുണ്ടായില്ല. കാര്യവും നേരാക്കി തന്നിട്ടാ. എന്നൊന്നും മൈൻഡ് ചെയ്യേ, അത് ചെയ്തില്ല. നിങ്ങൾ നാണക്കടായി പോയി. അല്ല, ഓഫീസിൽ വന്നപ്പോഴോ? അല്ല, അത് ചിലപ്പോ ഉണ്ണി, ഞാൻ പറയട്ടെ, നമ്മളെ ഈ ഓഫീസ് കാര്യമൊക്കെ ആകുമ്പോ ഒരുപാട് പ്രശ്നങ്ങള്, ഭയങ്കര ആ ഒരു തിരക്കിലെങ്ങാനും വിട്ടുപോയിണ്ടാവും. അല്ലാതെ നമ്മള് നാട്ടുകാരല്ലേ, അങ്ങനെയൊക്കെ ചെയ്യോ? ഇനിയിപ്പോ എന്ത് കാര്യത്തിനും നിങ്ങൾ എന്നെ അറിയിക്കൂ. എന്തിനും ഞാൻ കൂടെ ഉണ്ട്. ക്ലബിന്റെ എന്ത് പ്രവർത്തനം ഉണ്ടെങ്കിലും, എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് അടിച്ചു പൊളിക്കാതെ സൂപ്പർ ആക്കണം. ഇപ്പൊ സജീവമായിട്ട് പോകുന്നുണ്ട്, അടിപൊളിയാണ്. അങ്ങനെ ആക്കണം, അങ്ങനെ ആവണം. ഇപ്പൊ നമ്മളെ പോലുള്ളവരും കൂടി വരുമ്പോ അത് ഒന്നും കൂടി ഉയർച്ചയിലെത്തുള്ളൂ. നമ്മളൊരു സർവീസിൽ ഇരുന്ന ആളല്ലേ കേട്ടോ. അല്ല, ഉണ്ണിയുടെ അച്ഛൻ ഇപ്പോഴും കരയോഗം പ്രസിഡന്റ് അല്ലേ? ഞങ്ങളൊക്കെ ഒരുമിച്ച് നാടകം ചെയ്തിട്ടുള്ളതാണേ. അതെ, അച്ഛൻ മരിച്ച 5-6 കൊല്ലായല്ലോ. മരിച്ചോ? ശീതാട്ടാ, മരിച്ച സമയത്ത് ഈ നാട്ടിൽ നിന്ന് എല്ലാരും കാണാൻ വന്നിട്ടുണ്ടായി. ശീതാട്ടനെ ഞാൻ കണ്ടിട്ടാ. അല്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ അറിഞ്ഞിട്ടില്ലേത്. അല്ലെങ്കിൽ നമ്മള് വരാതിരിക്കില്ലോ. ഞങ്ങള് നാടകത്തിന് ഞങ്ങളൊക്കെ ഒരുമിച്ചപ്പോ പി ജാൻഡിയുടെ ഒരു നാടകം ഞങ്ങൾ എടുത്ത് ചെയ്തിരുന്നു. അന്ന് ക്ലബില് നമ്മളൊക്കെ സജീവമാണ്. അപ്പൊ അന്ന് ആ സമയത്ത് ഈ നാടകത്തിലൊക്കെ ഉണ്ണിയുടെ അച്ഛൻ മൊയ്തുണ്ടായിരുന്നു. ഞാൻ ആ നാടകത്തില് വേലക്കാരൻ ഉണ്ടായിരുന്നു. എനിക്ക് എന്റെ ഓർമ്മയുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഈ റിട്ടയർഡ് ആയ സമയത്തേ എല്ലാവരായിട്ടൊക്കെ ഒന്ന് നമുക്ക് ഒത്തുകൂടി ഒരു ഭംഗിയാക്കണം എന്നൊരു തോന്നല്. ഇപ്പം റിട്ടയർഡിന് ശേഷം അതെ, അപ്പൊ എന്ത് കാര്യത്തിനും സമീപിക്കാം, ഒരു വിഷമമില്ല. ശരി, ഉണ്ണി മനസ്സിലൊന്നും വെക്കണ്ട കേട്ടോ. ഡേട്ടാ, എന്ത് കാര്യം അറിയിച്ചോളൂ. ശരി, എന്നാല് കാണാം. എന്താ ശീതളുടെ ഒരു മാറ്റമല്ലേ? റിട്ടയർഡായ ആൾക്കാർ ഇങ്ങനെ മാറുമോ? ഇവന്റെ ഭാര്യ മണ്ടോദരി റിട്ടയർഡായി.
മണ്ടോതിരി റിട്ടയർഡായി അതെങ്ങനെ ഒരുമിച്ച്? അതാ ഒരു പ്രേമവിവാഹമല്ലേ, ഒരേ വയസ്സാണ് ഓ രണ്ടാം. അത് ശരി. ഇപ്പൊ മൂപ്പർ റിട്ടയർഡ് ആയിട്ട് വരുന്നു. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാത്ത കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായില്ലേ. പക്ഷെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിക്കാരുണ്ട്. നമ്മളെ വാർഡ് 14 റിട്ടയർഡ് ആയി കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ പാർട്ടിയിൽ ഒരു സ്ഥാനം കൊടുത്തു, വാർഡ് മെമ്പറും ആക്കി. ആണോ? ആടെ ആവേണ്ടതാരാ? ചന്താട്ടൻ എത്ര കഷ്ടപ്പെട്ടില്ല പാർട്ടിയിൽ പ്രവർത്തിച്ച്. മൂപ്പറ തട്ടിമാറ്റി ഇവരെന്ന് ഏരിപ്പോ ഉണ്ടായത് വില്ലേജില് ഓറുണ്ട് മെമ്പർ. പാവം ചന്താട്ടി ഇപ്പൊ പാർട്ടി പ്രവർത്തനത്തിനടുത്തല്ല ഒന്നുമില്ല. അതാണ് ഇയാൾക്കിപ്പോ രാഷ്ട്രീയത്തിലേക്കാ കണ്ണ്. അതാ എന്നോട് എനിക്ക് മനസ്സിലായത്. അതിനൊന്നും നിക്കണ്ടോ പിന്നെ ഇപ്പൊ എന്തൊക്കെ ആവണം തോന്നും. ക്ലബിലൊക്കെ കാര്യം പറഞ്ഞില്ലേ, ക്ലബിലേക്കൊന്നും അടുപ്പിക്കണ്ട. നടക്കട്ടെ, കൊച്ചു പഠിക്കാം. ക്ലബ് പോയി അത്രയും കാര്യം. മന്മഥര സേവരുന്നുണ്ടാലും ഇങ്ങോട്ടി. അയാള് റിട്ടയർഡായി. ഇതെന്തോ റിട്ടയർഡ് ആയ ആൾക്കാർ മുഴുവൻ ഇങ്ങോട്ട് പോരുന്നത്. ഇനി അയാളെ ഓർപ്പിക്കൽ നമുക്ക് വെക്കാൻ കഴിയും. നിങ്ങൾ പോവാ? ഞങ്ങൾ പടച്ചറോ മോയിക്കാ വരാ. ഈ റിട്ടേൺ ആയി കഴിഞ്ഞാൽ ഈ കൊമ്പം വിഷു ആയിക്കോട്ടെ മൂപ്പർക്ക്. എന്തൊക്കെയാണ് മൊയ്തൂസേ, കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? കുഴപ്പമില്ല സാറേ. ഇതില് മധുരമുള്ളതാണോ ഇത്? ഷുഗർ ഉണ്ടല്ലേ? ഈ മധുരമില്ലാത്ത ബ്രെഡ് ഉണ്ടോ? ഇല്ല, മധുരമില്ലാത്ത ബ്രെഡ് ഇല്ല. ഇല്ല? അയ്യോ, ഈ മധുരമില്ലാത്തവർക്ക് കഴിക്കാം, മധുരം ഉപയോഗിക്കാൻ പാടില്ലാത്തവർക്ക് കഴിക്കാൻ പറ്റിയ സംഭവങ്ങളൊന്നും ഒന്നുമില്ല ഇല്ല അല്ലേ? അതൊക്കെ എടുത്ത് വെക്കണം കേട്ടോ. ഒരു കാര്യം ചെയ്യും, ഇതിൽ നിന്ന് ഇച്ചിരി പഴം എടുക്കും. ഞാനിപ്പോ വരാറില്ലേ? കച്ചവടം കുറവാന്നോ? ഉണ്ട്, ആള് വരാതെ വൈകുന്നേരം ആകുമ്പോഴേക്ക് തിരക്ക് കൂടുള്ളേ. ഓ ഇതെടുക്കാം അല്ലേ? ഇതെടുത്തു. 1 കിലോ എടുത്താലോ? പടലം എടുത്താൽ മതിയോ? അല്ലേ? നാടൻ തന്നെ അല്ലേ? ഈ നാടൻ കൊലയുണ്ടല്ലോ, നാടൻ പഴം എവിടെ കണ്ടാലും ഞാൻ മേടിക്കും. അതെന്റെ ഒരു വീക്ക്നെസ്സാ. ഞാൻ ഈ സർവീസിൽ ഇരിക്കുമ്പോ ഒരുപാട് പേര് ഇതുപോലെ വരുമ്പോ നാടൻ പഴം കൊണ്ട് തരാറുണ്ടേ. സ്നേഹ കേട്ടിട്ടുണ്ടായി. ഇപ്പൊ എത്രയായി? അപ്പോ 4055. എത്ര? 4055. സ്വർണ്ണപ്പഴ ഇവിടുത്തെ പഴമില്ലേ, പഴത്തിന് 55 ഉറുപ്പ്യ. പിന്നെ ഈ 4000 ഉറുപ്പ്യ നിങ്ങള് സർവീസിലുള്ള സമയത്തെ ഇവിടെ ഇടക്കിടക്ക് വണ്ടി നിർത്തിയിട്ട് വന്ന് സാധനം മേടിച്ച് പോകലുണ്ട്. ചിലപ്പം തരും, ചിലപ്പം തരൂല. അപ്പൊ തരാത്ത കണക്ക് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാ മന്മഥൻ SI 4000. അപ്പൊ മൊത്തം ഒരു 4055 ഉണ്ടാവും. അവർ തന്നെ നമ്മൾ ഈ ജോലിയുടെ തിരക്കിന്റെ ഇടയിൽ അതെ, മറന്നോളൂ. ഇത് ഓർമ്മിപ്പിച്ചാൽ മതിയായിരുന്നു. ഞാൻ മറക്കാണ്ട് ഇവിടെ എഴുതി വെക്കലുണ്ട്. അതുകൊണ്ടാ കറക്റ്റ്. നന്നായി എഴുതി വെച്ചത് നന്നായി. ഇപ്പം 4000, ഇത് 4000. 4055. ഇപ്പൊ എടുത്തതിന് 55 അല്ലേ? ഇപ്പൊ 50 ഉണ്ട്. 50. ഒരു 5 ഉറുപ്പ്യ കൂടി വേണം. 5 ഞാൻ അടുത്ത് വരുമ്പോ തരാം. ഇങ്ങനെയാണ് മറന്നു പോണത്. ഇനിയിപ്പോ അതിങ്ങനെ കൂടി വരൂ കേട്ടോ. അടുത്ത വരുമ്പോ തന്നാളി കേട്ടോ. അപ്പൊ ഞാനിപ്പോ ഇതിന്റെ അകത്ത് പേരിൽ SI എന്നുള്ള പേര് വെട്ടാലോ അല്ലേ? മന്മഥൻ മാത്രം മതിയല്ലോ. ശരി മതി. വലിയ ഭാഗ്യമാണ് കിട്ടിയത്. കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചല്ല. കറക്റ്റ് പൈസ മൂപ്പരെ കൈമരും. പഠിച്ചോനെ നിങ്ങൾ കാത്ത്. അല്ലാ, എന്താണ്? എന്തൊക്കെയാണ് സാറേ? സുഖം. ഇല്ല, വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയെന്നേ ഉള്ളൂ. ഭാര്യയും ഭർത്താവും കൂടെ റിട്ടയർമെന്റ് ലൈഫ് അടിച്ച് പൊളിക്കണെന്ന് കേട്ടല്ലേ? എന്താ അടിപൊളി വരുമാനം സാറേ, മഴ കൂടാത്ത ദിവസമില്ല. ഈ ആദ്യം നമ്മൾ ഈ സർവീസിൽ ഇരിക്കുമ്പോഴേ നേരം വെളുക്കുമ്പോ തന്നെ നമുക്ക് അങ്ങോട്ട് ഓഫീസിലേക്ക് ഇറങ്ങി പോവാം. ഇതിപ്പോ രാവിലെ മുതൽ വൈകുന്നേരം വരെ മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ ഇരിക്കല്ലേ, അടിയല്ലാതെ വേറെ എന്താ. ഏതാണ്ട് ഇതേ അവസ്ഥ തന്നെയാണ് സാറേ വീട്ടിലും. എന്ത് പറയാനാണ്, നമ്മൾ ഈ പോലീസിലായിരുന്നോണ്ട് കുറെ പോലീസ് മുറയൊക്കെ നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. അതെ അതെ. അപ്പൊ അതൊക്കെ കാണിക്കാതിരിക്കാതെ നമുക്ക് ഇങ്ങനെ വന്നു പോകും. ഭാര്യയ്ക്കും പിള്ളേർക്ക് അതൊന്നും ഇഷ്ടമല്ല. അതെ അതെ അതെ. അപ്പൊ ഞാൻ
ഒരു വിധം ഞാൻ പറഞ്ഞു ഞാൻ ചവിട്ടി കൂട്ടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവിടെ നിർത്തിക്കുക. പോലീസ് ആയപ്പോ ഓക്കെ. അതെ സാറേ എന്ത് ചെയ്തു സാറേ. അതെ അതെ. പിന്നെ എന്തെങ്കിലും ഒരു എൻഗേജ്മെന്റ് ഞാൻ ഇങ്ങനെ ആലോചിക്കും. എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും എൻഗേജ് ആയിട്ടിരുന്നാലും നമുക്ക് കുറെ സമയം അങ്ങ് പോയി. സത്യം പറഞ്ഞ മന്മഥൻ സാറേ, ഞാനതിപ്പോ ഇന്നും കൂടി ആലോചിച്ചോളൂ. അതെല്ലേ? കാരണം പിന്നെ നമ്മളിപ്പോ ഇന്ന് ഞാൻ ഇരുന്ന് ബോറടിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയതാ. എന്തെങ്കിലും ഒന്നും ഉണ്ടെങ്കിലേ അങ്ങനെ പറ്റുള്ളൂ നമുക്ക്. നമ്മൾ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓഫീസിൽ ഇരുന്നിട്ട് പെട്ടെന്നൊരു ദിവസം അങ്ങോട്ട് മാറുമ്പോ നമുക്ക് ആദ്യമൊക്കെ വിചാരിച്ചു വീട്ടിൽ കുറച്ച് ദിവസം ഇരിക്കണം, മതി ഈ പണിയൊക്കെ. പക്ഷെ ഇപ്പൊ പറ്റുന്നില്ല സാറേ. ഞാനിങ്ങനെ ഒന്ന് രണ്ട് പരിപാടികൾ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ വിലയ്ക്കും നിലയ്ക്കുള്ള എന്തെങ്കിലും ഇതിലല്ലേ നമുക്ക് ചെന്ന് ചേരാൻ പറ്റുള്ളൂ. അതേ പറ്റുള്ളൂ. സാറിന് അങ്ങനെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഞാൻ ഈ പെൻഷൻ സംഘടനയിലൊന്ന് ജോയിൻ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ അവന്മാര് പറയാം ആദ്യമേ മെമ്പർഷിപ്പ് എടുക്കണം പോലും. അവന്റെ മെമ്പർഷിപ്പ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ഇവൻ പറയുന്ന വായ തോന്നിയത് കേൾക്കാൻ വേണ്ടി നമ്മള് മെമ്പർഷിപ്പ് എടുത്ത് ആ മീറ്റിംഗ് പോയിരിക്കേണ്ട കാര്യമില്ലല്ലോ. എന്തിന്? അതിൻ്റെ അത് ഒരു കാര്യമില്ല സാറല്ല. നിങ്ങളുടെ ഈ സമുദായ സംഘടനയിലൊക്കെ ഒന്ന് സാറിന് നോക്കിക്കൂടെ? സമുദായ സംഘടനയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വല്ലോനും മരിച്ചാലും ജനിച്ചാലും ഒക്കെ നമ്മൾ അവിടെ പോകണം. വേണം, അത് വേണം, കയറി ഇറങ്ങണം. അത് ഇങ്ങനെ പിന്നെ വല്ലോന്റെ ഒക്കെ വായിരിക്കുന്നത് നമ്മൾ കേൾക്കണം. അത് എനിക്ക് അത്ര അങ്ങോട്ട് ഒരു സുഖമായിട്ട് തോന്നിയില്ല. അത് വേണ്ട. പിന്നെ പാർട്ടിയിൽ എങ്ങാനും ജോയിൻ ചെയ്യാം. അത് കൊള്ളാം. പക്ഷെ നമ്മളൊന്നും ഇപ്പൊ പെട്ടെന്ന് അങ്ങോട്ട് ഓടിച്ചെന്നിട്ടൊരു നേതാവായിട്ട് കയറാൻ പറ്റില്ല. അടിയായിട്ടൊക്കെ നമ്മുടെ പട്ടി പോവും. അല്ല പിന്നെ നമ്മൾ ഇത്രയും വർഷം സർവീസിൽ ഇരുന്ന് ഉണ്ടാക്കിയെടുത്ത വിലയും നിലയും ഒറ്റ നിമിഷം കൊണ്ട് കുറേമാരുടെ മുമ്പിൽ അടിയറ വെക്കേണ്ട ഒരു കാര്യമില്ല. അതിന്റെ ആവശ്യമൊന്നുമില്ല സാറേ. പിന്നെ ഈ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് വീട്ടിൽ ഇരിക്കുമ്പോ പഴയ യൂണിഫോം കാക്കി പാൻറ്റും ഷൂസും തൊപ്പിയും ഇതൊക്കെ കാണുമ്പോ ഉണ്ടാവണം ഒരു 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 അത് മാറുമായിരിക്കും. സാറ് കാഞ്ച് ഞാനവിടെ കയറി എന്തെങ്കിലും പരിപാടി ഞാൻ നോക്കട്ടെ സാറേ. നമുക്ക് പറ്റി എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അറിയിച്ചോ. ഞാൻ റെഡി. ഞാൻ പറയാം. വണ്ടി വരുന്നുണ്ടേ, നോക്കണം. അവിടെ പോലീസ് ചെക്കിങ് നടക്കുന്നത്. ഈ തെണ്ടികൾക്ക് വേറെ ഒരു പണിയില്ല. രാവിലെ ജീപ്പോട്ട് ഇറങ്ങി. സാറ് ഹെൽമെറ്റ് എടുത്തില്ലല്ലേ? ലൈസൻസ് ഇല്ല സാറേ. ഹെൽമെറ്റ് അല്ല, സാറ് പോലീസല്ലേ, പറഞ്ഞാൽ മതിയല്ലോ. അതായിരുന്നു, ഇപ്പൊ അല്ലല്ലോ. പിന്നെ വെറുതെ എന്തിനാ അവന്മാരെ കാല് പിടിക്കണേ? എല്ലാം ജാടകളാണ്. നമുക്ക് അപ്പുറത്ത് വേറെ വഴിയുണ്ട്, അതുവഴി പോവാം. അവിടെ ചെക്കിങ്